വെൽക്കം ടു VBY ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന മൊഡ്യൂളിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് is a science that tells us about the ways and means adopted by the irrigation engineer to achieve the application of water. ഇറിഗേഷൻ എഞ്ചിനീയർ അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് വെള്ളം അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേ, അതിൻ്റെ മെത്തേഡ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സയൻസിനെ പറയുന്ന പേരാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. പ്രൊപ്പറേറ്ററി ഇറിഗേഷൻ നടത്തി കഴിഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഒപ്റ്റിമം ബെനിഫിറ്റ്സ്. കുറഞ്ഞ വെള്ളം കൊണ്ട് മാക്സിമം ക്രോപ്പ് ഈൽഡ് ലഭിക്കുന്നതിനാണ് ഒപ്റ്റിമം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്. മിക്സഡ് ക്രോപ്പിംഗ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ജനറൽ പ്രോസ്പെരിറ്റി. രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ നാഷന്റെയും കമ്മ്യൂണിറ്റിയുടെയും പ്രോസ്പെരിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. റവന്യൂ റിട്ടേൺസ് ലഭിക്കും. നെക്സ്റ്റ്, ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ, ഫെസിലിറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറിഗേഷൻ ചാനൽസിന്റെ ഇൻസ്പെക്ഷൻ പാത്ത് റോഡ് വേസ് യൂസ് ചെയ്യാറുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ, ദെൻ അഫോറസ്റ്റേഷൻ. ഇത്രയുമാണ് ഇറിഗേഷന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പാണ് വരുന്നത്, സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. സർഫസ് ഇറിഗേഷനിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ. ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഗ്രാവിറ്റേഷണൽ ആക്ഷൻ വഴി വെള്ളം ഫ്ലോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫ്ലോ ഇറിഗേഷൻ. അതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, പെരന്യൽ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് ഇറിഗേഷൻ. പെരന്യൽ ഇറിഗേഷനിൽ കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും. ദെൻ ലിഫ്റ്റ് ഇറിഗേഷൻ, വാട്ടർ ലിഫ്റ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഓർ മാനുവൽ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ്, പമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ലിഫ്റ്റ് ഇറിഗേഷൻ ചെയ്യുന്നത്. ദെൻ രണ്ടാമത് വരുന്ന സബ് സർഫസ് ഇറിഗേഷനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ സബ് ഇറിഗേഷൻ, ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ. സബ് സർഫസ് ഇറിഗേഷനിൽ സർഫസിന് താഴെയായിട്ടാണ് ഇറിഗേഷൻ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ സോയിൽ സർഫസിനെ വെറ്റ് ചെയ്യുന്നില്ല, പ്ലാന്റ് റൂട്ട്സ് ക്യാപിലാരിറ്റി വഴിയാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേക്ക് ചെയ്യുന്നത്. നാച്ചുറൽ സബ് ഇറിഗേഷനിൽ എക്സ്ട്രാ എഫേർട്ട് ഒന്നും കൊടുക്കാണ്ട് നാച്ചുറൽ പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് സബ് ഇറിഗേഷൻ നടത്തുന്നത്. ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷനിൽ ഓപ്പൺ ജോയിന്റ് ഡ്രെയിൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് സോയിലിന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടെക്നിക്സ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഫാം. ഫാംസിലേക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഫ്രീ ഫ്ലഡിംഗ്, ബോർഡർ ഫ്ലഡിംഗ്, ചെക്ക് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ്, ഫെറോ ഇറിഗേഷൻ മെത്തേഡ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ് ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അണ്ടർഗ്രൗണ്ട് വാട്ടർ നൗറിഷസ് ദി പ്ലാന്റ് റൂട്ട്സ് ബൈ ക്യാപിലാരിറ്റി? ഓപ്ഷൻ എ സബ് സർഫസ്, ഓപ്ഷൻ ബി സർഫസ്, ഓപ്ഷൻ സി ഫ്ലഡ്, ഓപ്ഷൻ ഡി ഫ്ലോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് മെത്തേഡിലാണ് പ്ലാന്റ് റൂട്ട്സിനെ ക്യാപിലാരിറ്റി വഴി നൗറിഷ് ചെയ്യുന്നത്? നമുക്ക് എന്താണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് നോക്കാം. സോയിലിന് താഴെ പ്രൊവൈഡ് ചെയ്യുന്ന ഇറിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെത്തേഡ്സിനെയാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദി സോയിൽ സർഫസ്. ഈ ഒരു സിസ്റ്റത്തിൽ സോയിൽ സർഫസിനെ വെറ്റ് ചെയ്യുന്നില്ല. ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ നൗറിഷസ് ദി പ്ലാന്റ് റൂട്ട്സ് ബൈ ക്യാപിലാരിറ്റി. ഇവിടെ പ്ലാന്റ് റൂട്ട്സിനെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്യാപിലാരിറ്റി വഴിയാണ് നൗറിഷ് ചെയ്യുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ സബ് സർഫസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഈസ് കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ? ഓപ്ഷൻ എ ഫെറോ, ഓപ്ഷൻ ബി സ്പ്രിംഗ്ലർ, ഓപ്ഷൻ സി ഡ്രിപ്പ്, ഓപ്ഷൻ ഡി ബോർഡർ ഡ്രിപ്പ്. ഏത് ഇറിഗേഷൻ മെത്തേഡിനെയാണ് ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷനെ പറയുന്ന വേറൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഈസ് സ്ലോലി ആൻഡ് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദി റൂട്ട് സോൺസ് ഓഫ് ദി പ്ലാന്റ്സ്, thereby minimizing the losses by evaporation and percolation. ഈ മെത്തേഡിൽ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് റൂട്ട് സോണിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവാപറേഷൻ, പെർക്കുലേഷൻ ലോസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ട് ഇതിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു നോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഏത് മെത്തേഡിനെയാണ്? സോ ദ ആൻസർ ഈസ് drip irrigation. Next question, what is the main advantage of irrigation? Option A water logging, option B yield of crops, option C complex, option D damper climate. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ഇറിഗേഷന്റെ അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ദി ആൻസർ ഈസ് yield of crops. കൂടുതൽ വിളവ് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which irrigation method water is supplied to lower level by the action of gravity? Option A flow, option B lift, option C sprinkler, option D subsurface. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് ഇറിഗേഷൻ മെത്തേഡിലാണ് ലോവർ ലെവലിലേക്ക് ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി വെള്ളം സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എന്താണ് ഫ്ലോ ഇറിഗേഷൻ നോക്കാം. വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി.
ഇവിടെ വെള്ളം ഹയർ ലെവലിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ആ വെള്ളത്തിന് ലോവർ ലെവലിലേക്ക് ഗ്രാവിറ്റി ആക്ഷൻ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ വരുന്ന വേറൊരു മെത്തേഡാണ് ലിഫ്റ്റ് ഇറിഗേഷൻ. Water is lifted up by some mechanical or manual means and then supplied for irrigation. ലിഫ്റ്റ് ഇറിഗേഷനിൽ ചെയ്യുന്നത് വെള്ളത്തിനെ മെക്കാനിക്കൽ ഓർ മാനുവൽ മെത്തേഡ്സ് വഴി ലിഫ്റ്റ് ചെയ്തിട്ട് ഇറിഗേഷനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗ്രാവിറ്റി ആക്ഷൻ വഴി ലോവർ ലെവലിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഫ്ലോ ഇറിഗേഷൻ. ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ഖാരിഫ് സീസൺ അതുപോലെ റാബി സീസൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഖാരിഫ് സീസൺ. ഇറ്റ് ഈസ് എ സീസൺ in which the crops are sown by the beginning of southwest monsoon and they are harvested in autumn. ക്രോപ്സിനെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ വിതച്ചിട്ട് ഓട്ടം സീസണിൽ കൊയ്തെടുക്കുന്നതാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. ദ പീരീഡ് ഈസ് ഇൻ ബിറ്റ്വീൻ 1st April to 30th September. ഖാരിഫ് സീസൺ എന്ന് പറയുന്ന പീരീഡ് ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. നെക്സ്റ്റ്, റാബി സീസൺ. ഇറ്റ് ഈസ് എ സീസൺ ഇൻ വിച്ച് ദ ക്രോപ്സ് ആർ സോൺ ഇൻ ഓട്ടം ആൻഡ് ദേ ആർ ഹാർവെസ്റ്റഡ് ഇൻ സ്പ്രിംഗ്. റാബി സീസണിൽ ക്രോപ്സ് ഓട്ടമിൽ സോൺ ചെയ്ത് സ്പ്രിംഗ് സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ്. ദ പീരീഡ് ഈസ് ഇൻ ബിറ്റ്വീൻ 1st October to 31st March. ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഈ പീരീഡ്. Next, crop ratio. It is the ratio of the area irrigated in Kharif season to the area irrigated in Rabi season. ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാരിഫ് സീസണിലെ ഇറിഗേറ്റ് ചെയ്ത ഏരിയയും റാബി സീസണിൽ ഇറിഗേറ്റ് ചെയ്ത ഏരിയയും തമ്മിലുള്ള റേഷ്യോനെയാണ് ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഖാരിഫ് സീസണിലെ ക്രോപ്സിനെ ഖാരിഫ് ക്രോപ്സ് എന്നും റാബി സീസണിലെ ക്രോപ്സിന് റാബി ക്രോപ്സ് എന്ന് പറയും. ദെൻ ഇതിന് എക്സാമ്പിൾസ് നോക്കാം. ഖാരിഫ് ക്രോപ്സ് റൈസ്, കോണ്, സോയാബീൻ, ഷുഗർ കെയിൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ. റാബി ക്രോപ്സ് വീറ്റ്, ഓട്ട്, ചിക്പി, മസ്റ്റാർഡ്, ആൽമണ്ട്, ബ്രൊക്കോളി. ദെൻ ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ക്രോപ്സ് ആർ സോൺ ഇൻ ഓട്ടം ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ സ്പ്രിംഗ്? ഓപ്ഷൻ എ ഖാരിഫ്, ഓപ്ഷൻ ബി ഓട്ടം, ഓപ്ഷൻ സി റാബി, ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓട്ടം സീസണിൽ വിതച്ച് സ്പ്രിംഗ് സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വിളവെടുക്കുന്ന ക്രോപ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് റാബി സീസൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചില ടേംസ് പരിചയപ്പെടാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഡ്യൂട്ടി. ഡ്യൂട്ടി റെപ്രസെൻറ്റ്സ് ദി ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് ഓഫ് വാട്ടർ. ഒരു യൂണിറ്റ് വെള്ളത്തിന്റെ ഇറിഗേഷൻ കപ്പാസിറ്റിയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെൽറ്റ. ഇറ്റ് ഈസ് ദി ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിംഗ് ദി എൻറ്റയർ പീരീഡ് ഓഫ് ദി ക്രോപ്പ്. ഒരു ക്രോപ്പ് അതിന്റെ എൻറ്റയർ പീരീഡിൽ ആവശ്യമായിട്ട് വരുന്ന ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. Next, base period. It is the time between first watering of a crop at the time of sowing to its last watering before harvesting. ഒരു ക്രോപ്പിന്റെ സോയിങ് സമയത്തുള്ള ഫസ്റ്റ് വാട്ടറിങ് മുതൽ ഹാർവെസ്റ്റിങ്ങിന് മുന്നേയുള്ള ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈമിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രോപ്പ് പീരീഡ്. ഇറ്റ് ഈസ് ദി ടൈം ദാറ്റ് എ ക്രോപ്പ് ടേക്സ് ഫ്രം ദി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് സോയിങ് ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ഹാർവെസ്റ്റ്. വിതച്ചത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ആ ടൈമിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ബേസ് പീരീഡ് ക്രോപ്പ് പീരീഡിനേക്കാളും എപ്പോഴും കുറവായിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഇത് രണ്ടും ഇക്വലന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ്? ഓപ്ഷൻ എ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 86.4 B/D. ഓപ്ഷൻ ബി, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 864 B/D. ഓപ്ഷൻ സി, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഓപ്ഷൻ ഡി, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8640 B/D. സോ നമുക്ക് ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ദെൻ ഇവിടെ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. ഡെൽറ്റ ഫോർ ക്രോപ്പ് ഇൻ മീറ്റർ. ഇവിടെ ഡെൽറ്റ മീറ്റേഴ്സിലാണ് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ഫോർ ദിസ് ക്രോപ്പ് ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂമെക്സ്. ക്രോപ്പിന്റെ ഡ്യൂട്ടിനെയാണ് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ഹെക്ടേഴ്സ് പെർ ക്യൂമെക്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ബി, ബേസ് പീരീഡ് ഓഫ് ദിസ് ക്രോപ്സ് ഇൻ ഡേയ്സ്. ഇവിടെ ബി ബേസ് പീരീഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡേയ്സിലാണ് അത് കാണിക്കുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ഓഫ് എ ക്രോപ്പ് ഓൺ സോയിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്? ഓപ്ഷൻ എ, ബേസ് പീരീഡ്. ഓപ്ഷൻ ബി, റാബി സീസൺ. ഓപ്ഷൻ സി, കോർ പീരീഡ്. ഓപ്ഷൻ ഡി, ക്രോപ്പ് പീരീഡ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ക്രോപ്പിന്റെ സോയിങ് സമയത്ത് ഫസ്റ്റ് വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിംഗിന്റെ മുന്നേയുള്ള ലാസ്റ്റ് വാട്ടറിംഗ് വരെയുള്ള ടൈമിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അതിന് പറയുന്ന പേരാണ് ബേസ് പീരീഡ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ്
during the entire period in the field. Option A duty, option B base period, option C delta, option D crop period. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ക്രോപ്പിന്റെ എൻറ്റയർ പീരീഡിന് അതിന് ആവശ്യമായ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. Here the answer is option C delta. The next question, what is the first watering before sowing the crop? Option A core watering, option B paleo, option C delta, ഓപ്ഷൻ ഡി ഡ്യൂട്ടി. എന്താണ് പാലിയോ നോക്കാം. ഇറ്റ് ഈസ് ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദി ക്രോപ്പ്. ഒരു ക്രോപ്പ് വിതക്കുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് പാലിയോ എന്ന് പറയുന്നത്. ദെൻ കോർ വാട്ടറിംഗ്, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് വാട്ടറിംഗ് വിച്ച് ഈസ് ഗിവൺ ടു എ ക്രോപ്പ് ആൻഡ് ദ ക്രോപ്പ് ഈസ് എ ഫ്യൂ സെന്റിമീറ്റേഴ്സ് ഹൈറ്റ്. ഒരു ക്രോപ്പ് ഫ്യൂ സെന്റിമീറ്റർ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ്ങിനെ പറയുന്ന പേരാണ് കോർ വാട്ടറിംഗ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ക്രോപ്പിന്റെ സോയിങ്ങിന് മുന്നേ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിംഗ് ഏതാണെന്നാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പാലിയോ. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രാഫ് ഷോയിങ് ഡിസ്ചാർജ് വെലോസിറ്റി ഓർ അതർ ഫീച്ചർ ഓഫ് ഫ്ലോയിങ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ ഹൈഡ്രോഗ്രാഫ് ഇതുപോലെ ഒരു ഗ്രാഫാണ്. ഇതിൽ ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഫീച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ ടൈം എക്സ് ആക്സിസിലും ഡിസ്ചാർജ് അല്ലെങ്കിൽ വെലോസിറ്റി വൈ ആക്സിസിലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Next, unit hydrograph. It is defined as a hydrograph which represents 1 centimeter of runoff from a rainfall of some duration falling over the specified area of the catchment area. ഒരു സെന്റിമീറ്റർ റൺ ഓഫിനെ റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കുന്ന ഹൈഡ്രോഗ്രാഫിനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ ഹൈറ്റോഗ്രാഫ്, ഇറ്റ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ and rainfall excess rates over a specified area during successive unit time intervals during a storm. ആവറേജ് റെയിൻഫോളിൻ്റെയും റെയിൻഫോൾ എക്സസിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് ഇസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആവറേജ് റെയിൻഫോൾ ആൻഡ് റെയിൻഫോൾ എക്സസ്? ഓപ്ഷൻ എ ഹൈറ്റോഗ്രാഫ്, ഓപ്ഷൻ ബി ഹൈഡ്രോഗ്രാഫ്, ഓപ്ഷൻ സി എസ് ഹൈഡ്രോഗ്രാഫ്, ഓപ്ഷൻ ഡി യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ഒരു ആവറേജ് റെയിൻഫോളിൻ്റെയും റെയിൻഫോൾ എക്സസിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ? നമ്മൾ മുന്നേ പറഞ്ഞതാണ്. സോ ദ ആൻസർ ഈസ് ഹൈറ്റോഗ്രാഫ്. Next question, which catchment area runoff will be more? Option A fan shaped, option B tree shaped, option C fern shaped, option D circular. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് catchment ഏരിയയിലാണ് റൺ ഓഫ് കൂടുതലാണ്. സോ നമുക്ക് എന്താണ് catchment ഏരിയ, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Catchment area, it is also known as drainage basin or catchment basin. Catchment area drainage basin അതുപോലെ catchment basin എന്നും പറയാറുണ്ട്. അതിൽ 2 ടൈപ്സ് ആണ് വരുന്നത്. ഫാൻ ഷേപ്ഡ് catchments, ഫേൺ ലീഫ് catchments. രണ്ട് ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫാൻ ഷേപ്ഡ് catchment ആണ്. സോ ഇതിൽ ഫാൻ ഷേപ്ഡ് catchmentsൽ റൺ ഓഫ് ഏറ്റവും കൂടുതലായിരിക്കും. ഫേൺ ലീഫ് catchmentsൽ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. സോ ഹിയർ ദി ആൻസർ ഈസ് ഫാൻ ഷേപ്ഡ് catchment. Next question, it is the angle that the axis of head regulator makes with the axis of the weir. Option A 90 degree to 120 degree, option B 90 degree to 60 degree, option C 90 degree to 100 degree, option D 180 degree. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹെഡ് റെഗുലേറ്ററിൻ്റെ ആക്സിസും വിയറിൻ്റെ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് 90 ഡിഗ്രി ടു 120 ഡിഗ്രി ആണ്. ഇതാണ് ഹെഡ് റെഗുലേറ്റർ. ദെൻ ഈ ഒരു പോർഷനാണ് വിയർ. സോ ഹെഡ് റെഗുലേറ്ററിൻ്റെ ആക്സിസും വിയറിൻ്റെ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി ടു 120 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് അതുപോലെ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് നോക്കാം. First one, storage headworks, an impervious high barrier or wall constructed across a river at a suitable site for the purpose of collecting water. It can be used as when required. വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈ ബാരിയർ അല്ലെങ്കിൽ വാളിനെയാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഡാം. നെക്സ്റ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്, ദ വർക്ക്സ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദി ഹെഡ് ഓഫ് ദി കനാൽ ഇൻ ഓർഡർ ടു ഡൈവേർട്ട് ദി റിവർ വാട്ടർ ടുവേർഡ്സ് ദി കനാൽ so as to ensure a regulated continuous supply of silt-free water with a certain minimum head into the canal are known as diversion headworks. ഒരു റിവറിലെ വെള്ളത്തിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കനാലിൻ്റെ ഹെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സിനെ പറയുന്ന പേരാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. അതിന് എക്സാമ്പിൾ ആണ് വിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which construction is at the head of the canal to divert the river water towards the canal? Option A storage headwork, option B diversion headwork, option C barrage, option D weir. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കനാലിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. മുന്നേ ഡിസ്കസ് ചെയ്താണ്. The answer is diversion headwork. Next, spillway എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. A spillway is the overflow portion of dam over which surplus discharge flows from the reservoir to the downstream.
ഒരു ഡാമിന്റെ ഓവർഫ്ലോ പോർഷനെയാണ് സ്പിൽവേ എന്ന് പറയുന്നത്. റിസർവോയറിലെ എക്സസ് ആയിട്ട് വരുന്ന സർപ്ലസ് ഡിസ്ചാർജിനെ ഡൗൺ സ്ട്രീമിലേക്ക് ഈ ഒരു പോർഷനിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. സ്പിൽവേ ഈസ് ദെയർഫോർ കോൾഡ് എ സർപ്ലസിംഗ് വർക്ക്. സ്പിൽവേന് സർപ്ലസിംഗ് വർക്ക് എന്ന് പറയാം. സ്പിൽവേസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ്. മെനി ഫെയിലിയേഴ്സ് ഓഫ് ദി ഡാംസ് have been caused by improperly designed spillways or by spillways of insufficient capacity. A spillway is thus the safety valve for a dam. സ്പിൽവേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രക്ചർ ആണ്. ഇതിൻ്റെ ഇംപ്രോപ്പർ ഡിസൈൻ അതുപോലെ അതിൻ്റെ ഇൻസഫിഷ്യൻറ്റ് കപ്പാസിറ്റി എല്ലാം ആ ഡാമിൻ്റെ ഫെയിലിയേഴ്സിന് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡാമിൻ്റെ സേഫ്റ്റി വാൾവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് വേരിയസ് ടൈപ്സ് സ്പിൽവേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, ഓവർഫ്ലോ സ്പിൽവേ, അതിനെ ഓഗി സ്പിൽവേ എന്ന് പറയാറുണ്ട്. സൈഡ് ചാനൽ സ്പിൽവേ, സൈഫൺ സ്പിൽവേ. ദെൻ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പോർഷനാണ് സ്പിൽവേ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കോൾഡ് സേഫ്റ്റി വാൾവ് ഓഫ് എ ഡാം? ഓപ്ഷൻ എ ഡ്രെയിനേജ് ഗാലറി, ഓപ്ഷൻ ബി ഇൻസ്പെക്ഷൻ ഗാലറി, ഓപ്ഷൻ സി സ്പിൽവേ, ഓപ്ഷൻ ഡി ഔട്ട്ലെറ്റ് സ്ലൂയിസസ്. ഒരു ഡാമിൻ്റെ സേഫ്റ്റി വാൾവ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Here the answer is spillway. Next question, what is the name for accumulation of water in the form of an artificial lake? Option A spillways, option B barrages, option C reservoir, option D groins. ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിൻ്റെ ഫോമിൽ വെള്ളം അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് റിസർവോയർ നോക്കാം. Dams and weirs are some of the barriers which when constructed across the rivers and streams cause accumulation of water behind them. ഡാംസ് അതുപോലെ വിയേഴ്സ് എല്ലാം ഒരു റിവറിനെ അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ആ കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചറിന് പിന്നിൽ ഒരു വെള്ളത്തിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നു. ദ വാട്ടർ ദസ് അക്യുമുലേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എൻ ആർട്ടിഫിഷ്യൽ ലേക്ക് ഈസ് നോൺ ആസ് റിസർവോയർ. ഇതുപോലെ അക്യുമുലേറ്റ് ചെയ്യുന്ന വെള്ളത്തിനെ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഫോം ചെയ്യുന്ന ഈ ലേക്കിനെ പറയുന്ന പേരാണ് റിസർവോയർ. ദെൻ പർപ്പസ് ഓഫ് റിസർവോയർസ്: ഫ്ലഡ് കൺട്രോൾ, ഇറിഗേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, navigation, water supply for domestic and industrial use, recreation, development of fish, wildlife, soil conservation. So നമുക്കിവിടെ ആൻസർ വരുന്നത് ആർട്ടിഫിഷ്യൽ ലേക്കിന് പറയുന്ന പേര് തന്നെയാണ് റിസർവോയർ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാംസ്. 3 കാറ്റഗറിയിലാണ് ഇവിടെ ഡാംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി യൂസേജ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഹൈഡ്രോളിക് ഡിസൈൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ്. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യൂസേജ്. ഡാമിൻ്റെ യൂസേജ് അനുസരിച്ച് വരുന്ന ക്ലാസിഫിക്കേഷനാണ്. അതിൽ 3 ടൈപ്പാണ് വരുന്നത്. സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം, ഡിറ്റൻഷൻ ഡാം. ഇത് രണ്ടാമത് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഹൈഡ്രോളിക് ഡിസൈൻ. ഹൈഡ്രോളിക് ഡിസൈനിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ 2 ടൈപ്പാണ് വരുന്നത്. നോൺ ഓവർഫ്ലോ ഡാം, ദെൻ ഓവർഫ്ലോ ഡാം. അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫിഗറാണ് നോൺ ഓവർഫ്ലോ ഡാം. ഡാമിൻ്റെ ടോപ്പ് പോർഷൻ HFLനേക്കാളും കുറച്ച് ഉയർത്തിയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ദെൻ ഓവർഫ്ലോ ഡാമിൽ ഇവിടെ വരുന്ന സർപ്ലസ് ഡിസ്ചാർജ് ഈ ഒരു ക്രസ്റ്റ് എന്ന പോർഷനിലൂടെ ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യും. ദെൻ തേർഡ് കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ. മെറ്റീരിയലിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ 2 ടൈപ്പാണ്. റിജിഡ് ഡാംസ്, നോൺ റിജിഡ് ഡാംസ്. റിജിഡ് ഡാംസിൽ റിജിഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് മേസൺറി, കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ. നോൺ റിജിഡ് ഡാംസിൽ നോൺ റിജിഡ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് എർത്ത്, റോക്ക് ഫിൽ. ഇനി നമുക്ക് റിജിഡ് ഡാംസിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോളിഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, ആർച്ച്ഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഡാം, കോൺക്രീറ്റ് ബട്രസ് ഡാം, സ്റ്റീൽ ഡാം, ടിമ്പർ ഡാം. നോൺ റിജിഡ് ഡാംസിൽ വരുന്നതാണ് എർത്ത് ഡാംസ്, റോക്ക് ഫിൽ ഡാംസ്, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാംസ്. ദെൻ ഈ 3 ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോൺ റിജിഡ് ഡാംസിൽ വരുന്ന ടൈപ്സ് ആണിത്. എർത്ത് ഡാം, റോക്ക് ഫിൽ ഡാം, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസ്? ഓപ്ഷൻ എ ഡിറ്റൻഷൻ, ഓപ്ഷൻ ബി ഡെബ്രിസ്, ഓപ്ഷൻ സി റിജിഡ്, ഓപ്ഷൻ ഡി ബട്രസ്. യൂസേജിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ഡാംസിൽ വരുന്ന 3 സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം, ഡിറ്റൻഷൻ ഡാം. So the answer is detention dam. Next question, which of the following is non-rigid dam? Option A concrete, option B rock fill, option C gravity, option D arch. Here the answer is rock fill. Next question, where did the surplus water in weir is allowed to flow? Option A gates, option B crust, option C spillway, option D openings. Surplus water flow ചെയ്യുന്നത് ക്രസ്റ്റ് എന്ന പോർഷനിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലൈഫ് പീരീഡ് ഓഫ് തെർമൽ പ്ലാന്റ്?
Option A less than 30 years, option B more than 30 years, option C less than 50 years, option D more than 50 years. Thermal plant in the life period എന്താണ് ചോദിച്ചിട്ടുള്ളത്. The answer is less than 30 years. Then ഇനി നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് എന്താന്ന് നോക്കാം. Then അതിന്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Then ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്കീമിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഓരോ കമ്പോണൻസ്. Then first one 4 bay. It is an enlarged body of water just in front of the intake. ഇൻടേക്കിന് മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്ന എൻലാർജ് വാട്ടർ ബോഡിനെയാണ് 4 bay എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇൻടേക്ക് സ്ട്രക്ചർ. ദ വാട്ടർ ഈസ് കൺവേർഡ് ഫ്രം ദി 4 bay ടു ദി പെൻസ്റ്റോക്സ് ത്രൂ ദി ഇൻടേക്ക് സ്ട്രക്ചർ. 4 bayയിൽ നിന്നും പെൻസ്റ്റോക്കിലേക്ക് വെള്ളം കൺവേ ചെയ്യുന്നത് ഇൻടേക്ക് സ്ട്രക്ചർ വഴിയാണ്. The next penstock, water from the storage reservoir is carried through penstocks or canal to the powerhouse. ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്ന സ്റ്റോറേജിൽ നിന്നും പെൻസ്റ്റോക്ക് വഴി പവർ ഹൗസിലേക്ക് എത്തിക്കുന്നു. ലാർജ് ഡയമീറ്റർ പൈപ്സിനെയാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. The next surge tank. It is provided to reduce the water hammer pressure formed in the penstock. പെൻസ്റ്റോക്കിൽ ഫോം ചെയ്യുന്ന വാട്ടർ ഹാമർ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടർബൈൻ. ഹൈഡ്രോ ഇലക്ട്രിക് സ്കീമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് മാർക്കഡ് ആസ് എക്സ്? ഓപ്ഷൻ എ ടർബൈൻ, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ് ട്യൂബ്, ഓപ്ഷൻ സി ഗാലറി, ഓപ്ഷൻ ഡി പെൻസ്റ്റോക്ക്. ഈ ഒരു ഫിഗറിൽ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി ആൻസർ ഈസ് പെൻസ്റ്റോക്ക്. Next question. Which irrigation constant and continuous supply of water is assured throughout the crop period? Option A flood, option B artificial, option C perennial, option D inundation. ഏത് ഇറിഗേഷനിലാണ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയ വാട്ടർ സപ്ലൈ കിട്ടുന്നത്? ഇത് ആൻസർ ഇസ് പെരന്നിയൽ ഇറിഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which crop is grown at a particular crop season? Option A culturable cultivated area, option B gross commanded area, ഓപ്ഷൻ സി കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ, ഓപ്ഷൻ ഡി കൾച്ചറബിൾ ഇൻകൾട്ടിവേറ്റഡ് ഏരിയ. അപ്പം നമുക്ക് എന്താണ് GCA അതുപോലെ CCA എന്താന്ന് നോക്കാം. GCA ഗ്രോസ് കമാൻഡഡ് ഏരിയ, അതുപോലെ CCA കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. GCA is equal to CCA plus അൺകൾച്ചറബിൾ ഏരിയ. ഇവിടെ GCA അതായത് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്സ് ഗ്രോ ചെയ്യുന്ന ഏരിയനോട് കൂടെ ലോക്കൽ പോൺസ്, ആൽക്കലൈൻ സോയില്, അൺഫെർട്ടൈൽ ബാരൻ ലാൻഡ്, വില്ലേജസ് ഇതിനെല്ലാം കൂടി മൊത്തത്തിൽ പറയുന്ന പേരാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. ദെൻ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയിലെ ക്രോപ്സ് ഗ്രോ ചെയ്യുന്ന ഏരിയനെയാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗ്രോസ് കമാൻഡഡ് ഏരിയനെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ പ്ലസ് അൺകൾച്ചറബിൾ ഏരിയ എന്ന് പറയാം. ദെൻ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഇറ്റ് ഈസ് ദി ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ. കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ സീസണിൽ അവിടെ ക്രോപ്സ് കൃഷി ചെയ്യുന്നു. ദെൻ കൾച്ചറബിൾ ഇൻകൾട്ടിവേറ്റഡ് ഏരിയ, ഇറ്റ് ഈസ് ദാറ്റ് ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഈസ് നോട്ട് സോൺ ഇൻ പെർട്ടിക്കുലർ സീസൺ. പെർട്ടിക്കുലർ സീസൺസിൽ അവിടെ ക്രോപ്സ് സോൺ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ ക്രോപ്പ് സീസണിൽ ക്രോപ്പ് ഗ്രോൺ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? സോ ദ ആൻസർ ഇസ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡസ് ഹൈഡ്രോഗ്രാഫ് കോൾഡ് ഹാസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്? ഓപ്ഷൻ എ 1 centimeter of runoff from rainfall, option B 3 centimeter of runoff from rainfall, option C 1 mm of runoff from rainfall, option D 3 mm of runoff from rainfall. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രോഗ്രാഫിന് എപ്പോഴാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. റെയിൻഫോളിലെ 1 centimeter റൺ ഓഫ് റെപ്രസെന്റ് ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫിനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് റെയിൻഫോൾ? ഓപ്ഷൻ എ സെന്റിമീറ്റർ, ഓപ്ഷൻ ബി മില്ലിമീറ്റർ, ഓപ്ഷൻ സി ഫീറ്റ്, ഓപ്ഷൻ ഡി നോ യൂണിറ്റ്. റെയിൻഫോൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് റെയിൻ ഗേജസ് നോക്കാം. റെയിൻ ഗേജ് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ദി റെയിൻഫോൾ in millimeters falling on an area during an interval of time. ഒരു ടൈമിൽ ഒരു ഏരിയയിൽ ഫോൾ ചെയ്യുന്ന റെയിൻഫോൾ മില്ലിമീറ്ററിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. Then there are two types of rain gauges, non-recording or non-automatic rain gauge, recording or automatic rain gauge. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള റെയിൻഫോൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ്. സോ ദ ആൻസർ ഇസ് മില്ലിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the main function of diversion headwork of a canal? Option A to remove silt, option B to control floods, option C to store water, option D to rise water level. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റിവറിലെ അല്ലെങ്കിൽ സ്ട്രീമിലെ വാട്ടർ ലെവലിനെ റൈസ് ചെയ്തുകൊണ്ട് ആ വെള്ളത്തിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ദി ആൻസർ ഇസ് ടു റൈസ് വാട്ടർ ലെവൽ.
നെക്സ്റ്റ് വരുന്നത് ലേ ഔട്ട് ഓഫ് ഡൈവേഷൻ ഹെഡ് വർക്ക്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഒരു ഡൈവേഷൻ ഹെഡ് വർക്കിൻ്റെ ലേ ഔട്ടാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിയർ പ്രോപ്പർ, അണ്ടർ സ്ലോയിസസ്, ഡിവൈഡ് വാൾ, റിവർ ട്രെയിനിങ് വർക്ക്സ് such as marginal bunds, gate banks, groins, fish ladder, canal head regulator, weirs ancillary works such as shutters, gates, etc. Silt regulation works. റിവർ വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. റിവറിന് അക്രോസ് ആയിട്ടാണ് ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ വരുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഡിവൈഡ് വാള്. ഡിവൈഡ് വാള് ഈ റിവർ വാട്ടറിനെ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗത്ത് വാട്ടർ കനാലിലേക്ക് ഫ്ലോ ചെയ്യും, മറുഭാഗത്ത് വെള്ളം വിയർ ഓർ ബാരേജിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ ഈ ഡിവൈഡ് വാളിനോട് കൂടെ ചേർന്നൊരു ഫിഷ് ലാഡർ ഉണ്ടായിരിക്കും. ഫിഷ് ലാഡറിൻ്റെ പർപ്പസ് അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം, അതുപോലെ വൈസ് വേഴ്സ ഫിഷിന് പാസ് ചെയ്യാനുള്ള ഒരു പാസേജ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ ഈ പോർഷനിൽ വിയർ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാരേജ് പ്രൊവൈഡ് ചെയ്യാം. വിയർ ആണെങ്കിൽ അതിന് ഗേറ്റ് ഉണ്ടായിരിക്കില്ല. ബാരേജിൽ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു കനാൽ കാണിച്ചിട്ടുണ്ട്. കനാൽ ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കനാലിലേക്കുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യുന്ന വെള്ളം ഈ ഒരു ബാരിയർ അല്ലെങ്കിൽ വാളിന്റെ കൺസ്ട്രക്ഷൻ മുഖേന വെലോസിറ്റി റിഡക്ഷൻ സംഭവിക്കുന്നു. വെലോസിറ്റി റിഡക്ഷൻ മൂലം വെള്ളത്തിൽ ഉണ്ടായിരിക്കുന്ന സിൽറ്റ് ഈ ഒരു ഭാഗത്ത് സെഡിമെന്റേഷൻ നടക്കും. സിൽറ്റ് കനാലിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹെഡ് റെഗുലേറ്ററിന്റെ സമീപത്തായിട്ടാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ ടണൽസ് ആണത്. വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ അടിഞ്ഞുകൂടുന്ന സിൽറ്റ് ഈ ഒരു റെക്ടാങ്കുലർ ടണലിലേക്ക് പ്രവേശിക്കും. ഈ ഒരു ഭാഗത്ത് സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് സ്കോറിംഗ് സ്ലൂയിസസ് എന്നും പറയാം. ഇതിന്റെ ഫംഗ്ഷൻ സിൽറ്റ് എക്സ്ക്ലൂഡറിൽ, അതായത് റെക്ടാങ്കുലർ ടണലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സിൽറ്റിനെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തിക്കുക എന്നതാണ്. അണ്ടർ സ്ലൂയിസസിന്റെ ക്രസ്റ്റ് ലോവർ ലെവലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സിന്റെ സമീപത്തായിട്ടാണ് അണ്ടർ സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പോസിറ്റ് ചെയ്യുന്ന സിൽറ്റിനെ പീരിയോഡിക്കലി വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് അണ്ടർ സ്ലൂയിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് ഗേറ്റ് ബാങ്ക്, അതുപോലെ മാർജിനൽ ബണ്ട്. ഇതൊരു റിവർ ട്രെയിനിങ് വർക്കാണ്. കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറിലേക്ക് റിവർ വാട്ടറിന്റെ ഫ്ലോ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് ബാങ്ക് ഓർ മാർജിനൽ ബണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ലാൻഡ് പ്രോപ്പർട്ടിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മാർജിനൽ ബണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിന്റെ കമ്പോണൻസ് വരുന്നത്. 2 സൈഡിലും കനാൽസ് ഉണ്ടെങ്കിൽ 2 ഡിവൈഡ് വാൾ ഉണ്ടായിരിക്കും, അതുപോലെ 2 അണ്ടർ സ്ലൂയിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഡൈവേർട്ട് റിവർ വാട്ടർ ഇൻ ടു ദി കനാൽ, കനാലിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, ആൻഡ് ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദി കനാൽ, സിൽറ്റ് കനാലിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ. ടു കൺട്രോൾ ദി കനാൽ വാട്ടർ ക്വാണ്ടിറ്റി, കനാൽ വാട്ടർ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ. ഈ ഒരു ഫിഗറിൽ ഒരു കനാലിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദി ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റ്? ഓപ്ഷൻ എ ഫിഷ് ലാഡർ, ഓപ്ഷൻ ബി ഗ്രോയിൻസ്, ഓപ്ഷൻ സി ബാരേജ്, ഓപ്ഷൻ ഡി അണ്ടർ സ്ലൂയിസസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡെപ്പോസിറ്റ് ചെയ്ത സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡൈവേർഷൻ ഹെഡ് വർക്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം ഏതാണ്? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ദ ആൻസർ ഈസ് അണ്ടർ സ്ലൂയിസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി മെയിൻ ഫാക്ടർ ഫോർ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ? ഓപ്ഷൻ എ മാക്സിമം runoff, option B maximum percolation, option C wide opening, option D minimum runoff. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒരു റിസർവോയർ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഫാക്ടർ എന്താണ്? The answer is maximum runoff. Next question. What is the name of dam? Option A rockfill dam, option B concrete buttress dam, option C earth dam, option D combined earth and rockfill dam. തന്നിട്ടുള്ള ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഏത് ഡാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോ ദ ആൻസർ ഈസ് എർത്ത് ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോൺ ആസ് സ്പിൽവേ? ഓപ്ഷൻ എ വാട്ടർ സ്പ്രെഡ് ഡാം, ഓപ്ഷൻ ബി ഡിറ്റൻഷൻ ഡാം, ഓപ്ഷൻ സി ഡെബ്രിസ് ഡാം, ഓപ്ഷൻ ഡി ഓവർഫ്ലോ ഡാം. ഓവർഫ്ലോ ഡാമിനെയാണ് സ്പിൽവേ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഡാം ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ റെസിസ്റ്റഡ് ബൈ ദി വെയിറ്റ് ഓഫ് ദി ഡാം ഇറ്റ്സെൽഫ്? ഓപ്ഷൻ എ ആർച്ച് ഡാം, ഓപ്ഷൻ ബി ഗ്രാവിറ്റി ഡാം, ഓപ്ഷൻ സി റോക്ക്ഫിൽ ഡാം, ഓപ്ഷൻ ഡി ബട്രസ് ഡാം. ഒരു ഡാമിൽ വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ്, അതായത് വാട്ടർ പ്രഷർ, വേവ് പ്രഷർ, സിൽറ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ, ഈ ഫോഴ്സിനെയെല്ലാം ആ ഡാമിൻ്റെ സ്വന്തം വെയിറ്റ് ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്യുന്ന ഡാമിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
മെറ്റീരിയലിനെ ബേസ് ചെയ്ത് വരുന്ന ഡാമിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള റിജിഡ് ഡാം, നോൺ റിജിഡ് ഡാം. ഇതിൽ റിജിഡ് ഡാമിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമാണ് എക്സ്റ്റേണൽ ഫോഴ്സിനെ വെയിറ്റ് ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ദി ആൻസർ ഈസ് ഗ്രാവിറ്റി ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻ റിവർ ടു ഇൻക്രീസ് ദി ഡെപ്ത് ഓഫ് വാട്ടർ? ഓപ്ഷൻ എ ബാരേജ്, ഓപ്ഷൻ ബി വിയർ, ഓപ്ഷൻ സി നോച്ച്, ഓപ്ഷൻ ഡി ക്രസ്റ്റ്. ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റിവറിൽ പ്ലേസ് ചെയ്ത സ്ട്രക്ചറിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് എന്താണ് വിയർ എന്ന് നോക്കാം. ദ വിയർ ഈസ് എ സോളിഡ് ഒബ്സ്ട്രക്ഷൻ പുട്ട് അക്രോസ് ദി റിവർ ടു റൈസ് ഇറ്റ്സ് വാട്ടർ ലെവൽ ആൻഡ് ഡൈവേർട്ട് ദി വാട്ടർ ഇൻ ടു ദി കനാൽ. വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി റിവറിനെ ക്രോസ് ആയി കൺസ്ട്രക്ട് ചെയ്യുന്ന സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് വിയർ എന്ന് പറയുന്നത്. The next barrage, the function of a barrage is similar to that of weir, but the heading up of water is affected by the gates alone. Then ഇതിൽ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ്സ് യൂസ് ചെയ്താണ്. നോ സോളിഡ് ഒബ്സ്ട്രക്ഷൻ ഈസ് പുട്ട് അക്രോസ് ദി റിവർ. ദെൻ വിയറിനെ പോലെ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ അല്ല റിവറിനെ ക്രോസ് ആയി കൺസ്ട്രക്ട് ചെയ്യുന്നത്. വാട്ടർ ഫ്ലോ ഗേറ്റ്സ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. Here the answer is option A. Next question, what is the name of the impervious barrier constructed across a perennial river to raise the water level on the upstream side? Option A barrage, option B weir, option C notch, option D mouthpiece. അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റേസ് ചെയ്യാൻ വേണ്ടി ഒരു പെരനിയൽ റിവറിനെ അക്രോസ് ആയി കൺസ്ട്രക്ട് ചെയ്യുന്ന ഇംപെർവിയസ് ബാരിയറിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Here the answer is weir. Next question, which element of hydroelectric power plant reduces the water hammer pressure formed in the penstock? Option A valves, option B surge tank, option C turbines, option D draft tubes. പെൻസ്റ്റോക്കിൽ ഫോം ചെയ്യുന്ന വാട്ടർ ഹാമർ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന എലിമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Here the answer is surge tank. നമുക്ക് എന്താണ് കനാൽസ്, അതുപോലെ അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കനാൽ ഈസ് എൻ ആർട്ടിഫിഷ്യൽ ചാനൽ ജനറലി ട്രപ്പിസോയിഡൽ ഇൻ ഷേപ്പ് constructed on the ground to carry water to the fields either from the river or reservoir. റിവറിൽ നിന്നോ റിസർവോയറിൽ നിന്നോ ഫീൽഡിലേക്ക് വെള്ളം ക്യാരി ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ചാനലിനെ പറയുന്ന പേരാണ് കനാൽ. ജനറലി ഇതിന്റെ ഷേപ്പ് ട്രപ്പീസോയിഡൽ ആയിരിക്കും. ദെൻ കനാൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ, പെർമനന്റ് കനാൽ, ഇനുണ്ടേഷൻ കനാൽ. സോഴ്സ് ഓഫ് സപ്ലൈനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പാണ് വരുന്നത്, പെർമനന്റ് കനാലും ഇനുണ്ടേഷൻ കനാലും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട്, രണ്ട് ടൈപ്പാണ് വരുന്നത്, പ്രൊഡക്റ്റീവ് കനാൽ, പ്രൊട്ടക്റ്റീവ് കനാൽ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ഓഫ് ദി canal, irrigation canal, carrier canal, feeder canal, navigation canal, power canal. Next classification based on the discharge and its relative importance in a given network of canals. canal networkile relative importance അതുപോലെ അതിന്റെ ഡിസ്ചാർജിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി, വാട്ടർ കോഴ്സ്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. മെയിൻ കനാൽ ഡയറക്റ്റ് ആയിട്ട് റിവറിൽ നിന്ന് വെള്ളം ക്യാരി ചെയ്യുന്നു. ദെൻ ഇതിലെ സപ്ലൈസ് ഹെവി ആയത് കാരണം ഇറിഗേഷൻ പർപ്പസിന് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നില്ല. മെയിൻ കനാലിന്റെ ബ്രാഞ്ചസിനെയാണ് ബ്രാഞ്ച് കനാൽ എന്ന് പറയുന്നത്. ഇതിലെ ഡിസ്ചാർജ് 5 ക്യുമെക്സിനേക്കാളും കൂടുതലായിരിക്കും. ദെൻ മേജർ ഡിസ്ട്രിബ്യൂട്ടറി ബ്രാഞ്ച് കനാലിൽ നിന്നാണ് വെള്ളം ടേക്ക് ചെയ്യുന്നത്. ബ്രാഞ്ച് കനാലിന്റെ ഡിസ്ചാർജിനേക്കാളും കുറവായിരിക്കും. ഇതിലെ ഡിസ്ചാർജ് 1/4 to 5 ക്യുമെക്സ് ആണ് വരുന്നത്. ദെൻ മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ്, ഇതിന് മൈനേഴ്സ് എന്നും പറയാറുണ്ട്. ബ്രാഞ്ച് കനാൽസിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഡിസ്ചാർജ് 1/4 ക്യുമെക്സിനേക്കാളും കുറവാണ്. നെക്സ്റ്റ് വാട്ടർ കോഴ്സ്, വാട്ടർ കോഴ്സിലെ വെള്ളമാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇറിഗേഷൻ ഫീൽഡിലേക്ക് ഫീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെന്റ്, 3 ടൈപ്പാണ്, കോണ്ടൂർ കനാൽ, വാട്ടർ ഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് കനാൽ ഈസ് കൺസ്ട്രക്റ്റഡ് ടു ഫീഡ് 2 or more canals? ഓപ്ഷൻ എ കാരിയർ, ഓപ്ഷൻ ബി ഫീഡർ, ഓപ്ഷൻ സി നാവിഗേഷൻ, ഓപ്ഷൻ ഡി ഇറിഗേഷൻ. ഫംഗ്ഷനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ: ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ, ഫീഡർ കനാൽ, നാവിഗേഷൻ canal and power canal. Irrigation canal carries water to the agricultural field. Agricultural ഫീൽഡിലേക്ക് വെള്ളം ക്യാരി ചെയ്യുന്ന പർപ്പസ് ആണ് ഇറിഗേഷൻ കനാലിനുള്ളത്. കാരിയർ കനാൽ besides doing irrigation carries water for another canal. ഇറിഗേഷനോട് കൂടെ വേറൊരു കനാലിലേക്ക് വെള്ളം ക്യാരി ചെയ്യുന്നതാണ് കാരിയർ കനാൽ. ഫീഡർ കനാൽ ഫീഡിംഗ് 2 or more canals. രണ്ടോ അതിൽ കൂടുതലോ കനാലിനെ ഫീഡ് ചെയ്യുന്നതാണ് ഫീഡർ കനാൽ. നാവിഗേഷൻ കനാൽ നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പവർ കനാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് രണ്ടോ അതിൽ കൂടുതലോ കനാൽസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന കനാലിന്റെ പേര് എന്താണെന്നാണ്. സോ ദ ആൻസർ ഈസ് ഫീഡർ കനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കനാൽ ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് സപ്ലൈ? ഓപ്ഷൻ എ കാരിയർ, ഓപ്ഷൻ ബി ഫീഡർ, ഓപ്ഷൻ സി നാവിഗേഷൻ, ഓപ്ഷൻ ഡി പെർമനന്റ്. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ്
നാച്ചർ ഓഫ് സപ്ലൈനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ. അതിൽ 2 ടൈപ്പാണ് വരുന്നത്, പെർമനന്റ് കനാൽ, പെരനിയൽ കനാൽ എന്ന് പറയാം. ദെൻ ഇൻഡേഷൻ കനാൽ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പെർമനന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കനാൽ carries water for another canal besides doing irrigation? ഓപ്ഷൻ എ കാരിയർ, ഓപ്ഷൻ ബി ഫീഡർ, ഓപ്ഷൻ സി നാവിഗേഷൻ, ഓപ്ഷൻ ഡി പവർ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇറിഗേഷൻ പർപ്പസിനോട് കൂടെ തന്നെ വേറൊരു കനാലിലേക്ക് വെള്ളം ക്യാരി ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കനാൽസ് ഏതാണെന്നാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് കാരിയർ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് കനാൽ സെക്ഷൻസ് എന്ന ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാം. കനാൽ സെക്ഷൻസ് 3 ടൈപ്പാണ് വരുന്നത്. കനാൽ സെക്ഷൻ ഇൻ കട്ടിംഗ്, കനാൽ സെക്ഷൻ ഇൻ ഫില്ലിംഗ്, കനാൽ സെക്ഷൻ ഇൻ പാർഷ്യൽ കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ്. ദെൻ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കനാൽ സെക്ഷൻ ഇൻ കട്ടിംഗ് ആണ്. ഇവിടെ കനാൽ ബെഡിന്റെ മുകളിലായിട്ടാണ് ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ദ നെക്സ്റ്റ് കനാൽ സെക്ഷൻ ഇൻ ഫില്ലിംഗ്. ഇവിടെ കനാൽ ബെഡിന് താഴെയാണ് ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ദ നെക്സ്റ്റ് കനാൽ സെക്ഷൻ ഇൻ പാർഷ്യൽ കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ്. ഇവിടെ ഗ്രൗണ്ട് ലെവൽ വരുന്നത് കനാൽ ബെഡിന്റെയും ബാങ്കിന്റെയും ഇടയിലാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? ഓപ്ഷൻ എ ഫ്രീ ബോർഡ്, ഓപ്ഷൻ ബി കനാൽ ബെഡ്, ഓപ്ഷൻ സി ബേം, ഓപ്ഷൻ ഡി ബാങ്ക്. ഈ തന്നിട്ടുള്ള ചിത്രത്തിൽ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കനാൽ ബെഡ് ആണ് ഈ ഒരു പോർഷൻ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question, which canal is aligned along a watershed? Option A contour, option B side slope, option C ridge, option D power. വാട്ടർഷെഡിനെ അലോങ് ആയി അലൈൻ ചെയ്ത കനാൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്നുകൂടി പോകാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കനാൽ അലൈൻമെന്റ്, കോണ്ടൂർ കനാൽ, വാട്ടർഷെഡ് കനാൽ ആൻഡ് സൈഡ് സ്ലോപ്പ് കനാൽ. കോണ്ടൂർ കനാൽ അലൈൻഡ് നിയർലി പാരലൽ ടു ദി കോണ്ടൂർസ് ഓഫ് ദി കൺട്രി. കോണ്ടൂർസിന് പാരലൽ ആയിട്ട് അലൈൻ ചെയ്തതാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. വാട്ടർഷെഡ് കനാൽ അലൈൻഡ് അലോങ് എ വാട്ടർഷെഡ് ആൻഡ് റൺസ് ഫോർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഓൺ എ വാട്ടർഷെഡ്. വാട്ടർഷെഡ് കനാലിനെ റിഡ്ജ് കനാൽ എന്നും പറയപ്പെടുന്നു. വാട്ടർഷെഡ് അലോങ് ആയിട്ടാണ് ഇതിന്റെ അലൈൻമെന്റ്. ദെൻ നെക്സ്റ്റ് സൈഡ് സ്ലോപ്പ് കനാൽ അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി കോണ്ടൂർസ് ഓഫ് ദി കൺട്രി ആൻഡ് ഇസ് നെയ്തർ ഓൺ ദി വാട്ടർഷെഡ് നോർ ഇൻ ദി വാലി. കോണ്ടൂർസിന് റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് ഇതിന്റെ അലൈൻമെന്റ് വരുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി റിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which canal is also known as ridge canal? Option A contour, option B watershed, option C side slope, ഓപ്ഷൻ ഡി മെയിൻ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റിഡ്ജ് കനാൽ എന്ന് അറിയപ്പെടുന്നത് ഏത് കനാലാണ്? വാട്ടർഷെഡ് കനാലിനെയാണ് റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? ഓപ്ഷൻ എ ഫ്രീ ബോർഡ്, ഓപ്ഷൻ ബി കനാൽ ബെഡ്, ഓപ്ഷൻ സി ബേം, ഓപ്ഷൻ ഡി ബാങ്ക്. ഈ തന്നിട്ടുള്ള ഫിഗറിൽ ഈ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്രീ ബോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is also known as canal fall? Option A canal siphon, option B canal drop, option C super passage, option D aqueduct. കനാൽ ഫോളിനെ പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് കനാൽ ഫോൾസ് എന്ന് നോക്കാം. A canal fall or a fall is a structure constructed on a channel to lower down the water level and the bed level of the channel. ഒരു ചാനലിന്റെ വാട്ടർ ലെവൽ അതുപോലെ അതിന്റെ ബെഡ് ലെവൽ ലോവർ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കനാൽ ഫോൾ. ഇതിനെ ഫോൾ എന്ന് പറയാറുണ്ട്. ദ കനാൽ ഫോൾ ഈസ് ഓൾസോ നോൺ ആസ് ദ കനാൽ ഡ്രോപ്പ്. കനാൽ ഫോളിനെ കനാൽ ഡ്രോപ്പ് എന്നും പറയുന്നു. ദ കനാൽ ഫോൾസ് ആർ റിക്വയർഡ് വെൻ ദ നാച്ചുറൽ സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട് അലോങ് ദി ചാനൽ അലൈൻമെന്റ് ഈസ് സ്റ്റീപ്പർ ദാൻ ദി ബെഡ് സ്ലോപ്പ് ഓഫ് ദി ചാനൽ. ചാനലിന്റെ ബെഡ് സ്ലോപ്പിനേക്കാളും നാച്ചുറൽ സ്ലോപ്പ് സ്റ്റീപ്പർ ആയി വരുന്ന കേസിലാണ് കനാൽ ഫോൾസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കനാൽ ഡ്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is marked as X? Option A distributary head regulator, option B off-take channel, option C parent canal, option D cross regulator. ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഈ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ പാരന്റ് കനാൽ ഉണ്ട്. ആ പാരന്റ് കനാലിൽ നിന്നൊരു ഓഫ് ടേക്ക് ചാനൽ കൊടുത്തിട്ടുണ്ട്. പാരന്റ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്രോസ് റെഗുലേറ്റർ. ദെൻ ഓഫ് ടേക്ക് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടറി ഹെഡ് റെഗുലേറ്റർ. ഇവിടെ മാർക്ക് ചെയ്ത ഭാഗം distributary head regulator ആണ്. So the answer is option A. Next question, what is marked as X? Option A parent canal, option B silt jetty, option C off-take canal, option D cross regulator. ഈ ഫിഗറിൽ X എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് സിൽറ്റ് ജെട്ടി. ഇതൊരു ട്രാൻസിഷൻ കർവ് ആണ്. സിൽറ്റ് അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യാനാണ് ഇങ്ങനൊരു സിൽറ്റ് ജെട്ടി ഫോം ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് സിൽറ്റ് ജെട്ടി. ദെൻ ഈ മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്.
ദെൻ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. എ ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഓൾസോ കോൾഡ് CD വർക്ക്, ഈസ് എ സ്ട്രക്ചർ ബിൽറ്റ് ഓൺ എ കനാൽ വെയർ ഇറ്റ് ക്രോസസ് എ നാച്ചുറൽ ഡ്രെയിനേജ് സച്ച് ആസ് എ സ്ട്രീം ഓർ എ റിവർ. സ്ട്രീം, റിവർ പോലെയുള്ള നാച്ചുറൽ ഡ്രെയിനേജിന് അക്രോസ് ആയിട്ട് കനാൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. അതിന് CD വർക്ക് എന്നും പറയുന്നു. സംടൈംസ് എ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് റിക്വയർഡ് വെൻ ദ കനാൽ ക്രോസസ് അനദർ കനാൽ. അതുപോലെ ഒരു കനാലിനെ വേറൊരു കനാൽ ക്രോസ് ചെയ്യുന്ന കേസിലും നമുക്ക് ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ദ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് റിക്വയർഡ് ടു ഡിസ്പോസ് ഓഫ് ദ ഡ്രെയിനേജ് വാട്ടർ സോ ദാറ്റ് ദ കനാൽ സപ്ലൈ റിമൈൻസ് അൺഇൻറ്ററപ്റ്റഡ്. കനാൽ സപ്ലൈക്ക് ഡിസ്റ്റർബൻസ് ഒന്നും വരാണ്ട് ഡ്രെയിനേജ് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡ്രെയിനേജ് ക്രോസിംഗ്. ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ ഡ്രെയിനേജ് ക്രോസിംഗ് എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് ക്രോസ് ഡ്രെയിനേജിന്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. കനാൽ ഓവർ ദി ഡ്രെയിനേജ്, ഡ്രെയിനേജിന് മുകളിലൂടെ കനാൽ പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. അതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, അക്യൂഡക്റ്റ്, സൈഫൺ അക്യൂഡക്റ്റ്. ദെൻ നെക്സ്റ്റ് കനാൽ ബിലോ ദി ഡ്രെയിനേജ്, ഡ്രെയിനേജിന് താഴെ കനാൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ. ദെൻ നെക്സ്റ്റ് കനാൽ അറ്റ് ദി സെയിം ലെവൽ ആസ് ഡ്രെയിനേജ്, ഡ്രെയിനേജും കനാലും സെയിം ലെവലിൽ വരുന്നത്. അതിൽ മൂന്ന് ടൈപ്പാണ്, ലെവൽ ക്രോസിംഗ്, ഇൻലെറ്റ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിന്റെ പ്ലാൻ ആണ്. ഈ ഫസ്റ്റ് ഫിഗറിൽ ഡോട്ടർ ലൈന് താഴെ എന്നാണ് കാണിക്കുന്നത്. ഡ്രെയിനേജിന് മുകളിലൂടെ കനാൽ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് അക്യൂഡക്റ്റ് ഓർ സൈഫൺ അക്യൂഡക്റ്റ് എന്ന് പറയാം. ദെൻ ഈ ഫിഗറിൽ കനാലാണ് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഡ്രെയിനേജ് കനാലിന് മുകളിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് സൂപ്പർ പാസേജ് ഓർ കനാൽ സൈഫൺ എന്ന് പറയാം. ദെൻ ഇത് ലെവൽ ക്രോസിംഗിന്റെ ഒരു ഫിഗറാണ്. അതുപോലെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിന്റെ ഫിഗറും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, aqueduct. An aqueduct is a structure in which the canal flows over the drainage. Aqueductൽ ഡ്രെയിനേജിന് മുകളിലാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണാൻ പറ്റും, താഴെ ഡ്രെയിനേജും മുകളിൽ കനാലുമാണ് കൊടുത്തുള്ളത്. The flow of the drainage in the barrel is open channel flow. ഈ ഡ്രെയിനേജിലെ താഴെ ബാരലിലെ ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. An aqueduct is provided when the canal bed level is higher than the HFL of the drainage. aqueductൽ കനാൽ ബെഡ് ലെവൽ ഡ്രെയിനേജിന്റെ HFLന് മുകളിലാണ് വരുന്നത്. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഈ ഡ്രെയിനേജിലെ HFLന് മുകളിലാണ് കനാൽ ബെഡ് വരുന്നത്. നെക്സ്റ്റ്, സൈഫൺ അക്യൂഡക്റ്റ്. ഇൻ സൈഫൺ അക്യൂഡക്റ്റ് ദ കനാൽ ഈസ് ടേക്കൺ ഓവർ ദി ഡ്രെയിനേജ്. സൈഫൺ അക്യൂഡക്റ്റിലും ഡ്രെയിനേജിന് മുകളിലാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത്. ദ ഫ്ലോ ഇൻ ദ ബാരൽ ഓഫ് ദ ഡ്രെയിനേജ് ഈസ് പൈപ്പ് ഫ്ലോ. ഈ താഴെയുള്ള ബാരലിലെ ഫ്ലോ പൈപ്പ് ഫ്ലോ ആണ്. A siphon aqueduct is constructed when the HFL of the drainage is higher than the canal bed level. ഇവിടെ കനാൽ ബെഡ് ലെവലിന് മുകളിലാണ് ഡ്രെയിനേജിന്റെ HFL വരുന്നത്. The next, super passage. In a super passage the canal is taken below the drainage. സൂപ്പർ പാസേജിൽ ഡ്രെയിനേജിന് താഴെയാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത്. The flow in the canal is open channel flow. ഈ താഴെയുള്ള കനാലിലെ ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. A super passage is thus reverse of an aqueduct. അക്യൂഡക്റ്റിന്റെ നേരെ റിവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. എ സൂപ്പർ പാസേജ് ഇസ് റിക്വയർഡ് വെൻ ദ കനാൽ FSL ഈസ് ബിലോ ദി ഡ്രെയിനേജ് ബെഡ് ലെവൽ. ഇവിടെ ഡ്രെയിനേജ് ബെഡ് ലെവലിന് താഴെയാണ് കനാൽ FSL വരുന്നത്. ദ നെക്സ്റ്റ്, കനാൽ സൈഫൺ. എ കനാൽ സൈഫൺ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് ദ കനാൽ ഈസ് ടേക്കൺ ബിലോ ദി ഡ്രെയിനേജ്. കനാൽ സൈഫണിലും കനാൽ ഡ്രെയിനേജിന് താഴെയാണ് ഫ്ലോ ചെയ്യുന്നത്. ദ ഫ്ലോ ഇൻ ദ ബാരൽ ഓഫ് ദ കനാൽ ഈസ് പൈപ്പ് ഫ്ലോ. ദെൻ കനാലിലെ ഈ ബാരലിലെ ഫ്ലോ പൈപ്പ് ഫ്ലോ ആണ്. It is just the reverse of a siphon aqueduct. So ഇതിനെ siphon aqueductന്റെ reverse ആണെന്ന് പറയാം. A canal siphon is constructed when the FSL of the canal is above the drainage bed level. ഇവിടെ drainage bed levelന് മുകളിലാണ് കനാലിന്റെ FSL വരുന്നത്. The next, level crossing. It is provided when the canal and the drainage are practically at the same level. കനാലും ഡ്രെയിനേജും സെയിം ലെവലിൽ വരുമ്പോഴാണ് ലെവൽ ക്രോസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then inlet. An inlet is provided when the drainage is very small with a very low discharge and it does not bring heavy silt load. Low discharge ഉള്ള സ്മോൾ ഡ്രെയിനേജിന്റെ കേസിലാണ് ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സിൽറ്റ് ലോഡ് കുറവായിരിക്കും. Then inlet and outlet. An inlet outlet structure is provided when the drainage and the canal are almost at the same level and the discharge in the drainage is small. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് സ്ട്രക്ചറും ഡ്രെയിനേജും കനാലും സെയിം ലെവലിൽ വരുമ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഡ്രെയിനേജിന്റെ ഡിസ്ചാർജ് സ്മോൾ ആയിരിക്കും. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കനാൽ ഓവർ ഡ്രെയിനേജ്? ഓപ്ഷൻ എ, അക്യൂഡക്റ്റ്. ഓപ്ഷൻ ബി, സൂപ്പർ പാസേജ്. ഓപ്ഷൻ സി, കനാൽ സൈഫൺ.
ഓപ്ഷൻ ഡി ലെവൽ ക്രോസിംഗ്. ഡ്രെയിനേജിന് മുകളിലൂടെ കനാൽ ക്യാരി ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ ദി ആൻസർ ഈസ് അക്വിഡക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which cross drainage work is constructed to carry canal below drainage? Option A aqueduct, option B super passage, option C level crossing, option D inlet. ഡ്രെയിനേജിന് താഴെ കനാൽ ക്യാരി ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷനിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സൂപ്പർ പാസേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ക്രോസ് ദി കനാൽ ആൻഡ് ഡ്രെയിനേജ് അറ്റ് ദി സെയിം ലെവൽ? ഓപ്ഷൻ എ അക്യൂഡക്റ്റ്, ഓപ്ഷൻ ബി സൂപ്പർ പാസേജ്, ഓപ്ഷൻ സി കനാൽ സൈഫൺ, ഓപ്ഷൻ ഡി ലെവൽ ക്രോസിംഗ്. കനാലും ഡ്രെയിനേജും സെയിം ലെവലിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ ദി ആൻസർ ഈസ് ലെവൽ ക്രോസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? ഓപ്ഷൻ എ FSL, ഓപ്ഷൻ ബി സ്ട്രീം, ഓപ്ഷൻ സി HFL, ഓപ്ഷൻ ഡി കനാൽ. ഇവിടെ ഒരു സൂപ്പർ പാസേജിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ സൂപ്പർ പാസേജിന്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഇതിൽ സ്ട്രീം ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ട്രീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? ഓപ്ഷൻ എ കനാൽ FSL, ഓപ്ഷൻ ബി ഡ്രെയിനേജ്, ഓപ്ഷൻ സി കൾവേർട്ട്, ഓപ്ഷൻ ഡി. ഇവിടെ ഒരു അക്യൂഡക്റ്റിന്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്യൂഡക്റ്റിൽ താഴെ ഡ്രെയിനേജും മുകളിൽ കനാലുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡ്രെയിനേജിന്റെ HFLന് മുകളിലാണ് കനാൽ ബെഡ് ലെവൽ വരുന്നത്. ഇവിടെ ഈ മാർക്ക് ചെയ്ത ഭാഗം കനാലിന്റെ FSL ആണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ കനാൽ FSL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the structure if the canal is taken below the drainage and the flow in the barrel of the canal is pipe flow? Option A aqueduct, option B canal siphon, option C super passage, option D siphon aqueduct. ഡ്രെയിനേജിന് താഴെ കനാൽ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ, അതിൽ തന്നെ കനാൽ ബാരലിലെ ഫ്ലോ പൈപ്പ് ഫ്ലോ ആണെങ്കിൽ അതിന് എന്ത് പറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രെയിനേജിന് താഴെ കനാൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്, സൂപ്പർ പാസേജും കനാൽ സൈഫണും. അതിൽ സൂപ്പർ പാസേജിൽ കനാൽ ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. കനാൽ സൈഫണിലാണ് കനാൽ ബാരൽ ഫ്ലോ പൈപ്പ് ഫ്ലോ വരുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി കനാൽ സൈഫൺ. ഇനി നമുക്ക് ഹൈഡ്രോ പവർ എഞ്ചിനീയറിംഗിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടേംസ് പരിചയപ്പെടാം. ദ ഫോളോവിംഗ് ടേംസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഹൈഡ്രോ പവർ എഞ്ചിനീയറിംഗ്. First one, gross head. The gross head is the difference of the water level in the head raise and the water level in the tail raise. ഹെഡ് റേസിലെ വാട്ടർ ലെവലും ടെയിൽ റേസിലെ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, നെറ്റ് ഹെഡ്. ദ നെറ്റ് ഹെഡ് ഓർ ഇഫക്റ്റീവ് ഹെഡ് ഈസ് ദി ഹെഡ് അവൈലബിൾ ഫോർ ദി ടർബൈൻ. ടർബൈനിന് അവൈലബിൾ ആയിട്ടുള്ള ഹെഡിനെയാണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഡിഫറൻസ് ഓഫ് ടോട്ടൽ ഹെഡ് അറ്റ് ദി പോയിന്റ് ഓഫ് എൻട്രി ആൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് എക്സിറ്റ് ഓഫ് ദി ടർബൈൻ. Next one, operating head. The operating head is equal to the difference of the water level in the forebay and that in the tail raise. ഫോർബേയിലെ വാട്ടർ ലെവലും ടെയിൽ റേസിലെ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഓപ്പറേറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, hydraulic efficiency of plant. The hydraulic efficiency of a hydropower scheme is equal to the ratio of the net head to the gross head. Net headindeയും gross headindeയും റേഷ്യോനെയാണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോ പവർ സ്കീം. ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ ഹൈഡ്രോ പവർ സ്കീം is equal to the product of the hydraulic efficiency, the turbine efficiency and the generator efficiency. ഹൈഡ്രോളിക് എഫിഷ്യൻസി, ടർബൈൻ എഫിഷ്യൻസി, ജനറേറ്റർ എഫിഷ്യൻസി, ഈ മൂന്ന് എഫിഷ്യൻസികളുടെയും പ്രൊഡക്റ്റിനെയാണ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോ പവർ സ്കീം എന്ന് പറയുന്നത്. For most of the schemes at the optimum conditions, the overall efficiency of the scheme is usually between 60 to 70%. 60 to 70% ആണ് ഈ ഒരു overall efficiency value വരുന്നത്. Next term, overall efficiency of the plant. The overall efficiency of the plant is equal to the product of the turbine efficiency and the generator efficiency. ടർബൈൻ എഫിഷ്യൻസിയുടെയും ജനറേറ്റർ എഫിഷ്യൻസിയുടെയും പ്രൊഡക്റ്റിനെയാണ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആവറേജ് വാല്യൂ ഈസ് അബൌട്ട് 80%. ഇതിന്റെ ആവറേജ് വാല്യൂ 80% ആണ്. നെക്സ്റ്റ് ടേം, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓർ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് ദി മാക്സിമം പവർ which can be developed by all the generators of the plant at the normal head and with full flow. പ്ലാന്റിന്റെ എല്ലാ ജനറേറ്റേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം പവറിനെയാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ പ്ലാന്റ് കപ്പാസിറ്റി എന്നും പറയാറുണ്ട്. ദ നെക്സ്റ്റ്, കപ്പാസിറ്റി ഫാക്ടർ. ദ കപ്പാസിറ്റി ഫാക്ടർ
also called plant factor, is the ratio of the average output of the plant for a given period of time to the installed capacity. പ്ലാന്റിന്റെ ആവറേജ് ഔട്ട്പുട്ടും ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എനർജി ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്ലാന്റ് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ടു ദി എനർജി ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് അറ്റ് ഫുൾ കപ്പാസിറ്റി. ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എച്ച് ആണ് ഗ്രോസ് ഹെഡ്, സ്മോൾ എച്ച് നെറ്റ് ഹെഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which is equal to the ratio of the net head to the gross head? Option A capacity factor, option B hydraulic efficiency of plant, option C overall efficiency of plant, option D overall efficiency of hydropower scheme. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതിനെയാണ് നെറ്റ് ഹെഡ് ഗ്രോസ് ഹെഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്? The answer is hydraulic efficiency of plant.